സോ നമുക്ക് തുടങ്ങാം അല്ലേ? അയ്യോ റേജൻ ഭയങ്കര പേടിച്ചിരിക്കുന്ന പോലെ ആണോ? സ്റ്റാർട്ടിങ് സീരിയസ് ആയിട്ട് ഇല്ല സീരിയസ് വേണ്ട. ഇവിടെ റേജന്റെ തനി സ്വഭാവം, ആ ചളി സ്വഭാവങ്ങളെല്ലാം പുറത്തേക്ക് വരണം. തീർച്ചയായും പോന്നോട്ടെ, തുടങ്ങാം. ഇനി നിങ്ങളുടെ അതായത് തിങ്കൾ കലമാൻ എന്ന് പറഞ്ഞ സീരിയലിലെ വിശേഷങ്ങളാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ റേജൻ, ഹരിത എന്ന് പറയുന്നേക്കാളും ആൾക്കാർക്ക് ഇഷ്ടം രാഹുൽ, കീർത്തി എന്നൊക്കെ പറയുന്നതായിരിക്കും അല്ലേ? അത് എത്രത്തോളം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്? രാഹുൽ കീർത്തി എന്ന് പറയുമ്പോൾ അത് നമുക്ക് നമ്മൾ ചെയ്ത ക്യാരക്ടറിന് പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു അവാർഡാണല്ലോ. അപ്പൊ അങ്ങനെ അറിയപ്പെടുന്നതിലും RK ഫാൻസ്, RK ആർമി എന്നൊക്കെ അറിയപ്പെടുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഹരിതയുടെ സ്റ്റാർട്ടിങ് ഒരു പ്രൊജക്ട് ആയിരുന്നു. കൂടുതൽ വിശേഷങ്ങൾ അല്ലെങ്കിൽ മനസ്സിനെ ഇങ്ങനെ താലോലിച്ച ഓർമ്മകളൊക്കെ ഹരിതയ്ക്കായിരിക്കും. അതെ, സ്റ്റാർട്ടിങ് ഇൻ ദ സെൻസ് ഞാൻ ഹീറോയിൻ ആയിട്ട് ഉള്ള ഫസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു. തുടക്കത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാഹുൽ, കീർത്തി എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സ് തമ്മിൽ മാച്ച് ആവുമോ എന്നുള്ള ടെൻഷനിൽ തുടങ്ങിയതാണ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതെ, അപ്പോൾ അങ്ങനെ ടെൻഷനിൽ തുടങ്ങിയതാ. പക്ഷെ പിന്നെ പറഞ്ഞ RK എന്ന് പറയുന്ന ഒരു ലേബലിലേക്ക് വന്നപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി അതിനെ കാണുന്നുണ്ടാവും. റേജിന് പിന്നെ അത് കുറെ നാളായിട്ട് ഉണ്ട്. മിനി സ്ക്രീനിലെ പൃഥ്വിരാജ് എന്നാണ് താങ്കൾ അറിയപ്പെടുന്ന ഒരു കിംവദന്തി പൊതുവെ ഉണ്ട്. എന്തെങ്കിലും കണ്ണിന് മുന്നിൽ ചെന്ന് പെടുമ്പോ അപ്പൊ ഒരു ചേട്ടൻ അനിയനായിട്ട് ചെയ്യാൻ പറ്റട്ടെ. അതെ, അത് ചെയ്യാൻ പറ്റട്ടെ. പക്ഷെ റേജിനോട് നേരിട്ട്, അതായത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അല്ല, നേരിട്ട് ആരെങ്കിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അതായത് ഒരു പൃഥ്വിരാജ് ലുക്ക് ഉണ്ട്. നമ്മൾ സെറ്റിലൊക്കെ ചെല്ലുമ്പോഴും യൂണിറ്റിലുള്ളവരെല്ലാരും പറയാറുണ്ട് ചില ആംഗിളില്. അതായത് ഇപ്പൊ ആത്മസഖി ചെയ്തപ്പോ ഞാൻ പോലീസ് വേഷമായിരുന്നു. അപ്പൊ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ സത്യം സിനിമയായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞു. പിന്നെ ഇതിൽ വന്നപ്പോ താടിയായിരുന്നു. അപ്പൊ അത്രയും പറഞ്ഞിട്ടില്ല. താടി കളയുമ്പോഴാണ് കൂടുതൽ പറയുന്നത്. അതെ അതെ. ഹരിത എങ്ങനെയാണ് ഈ സീരിയലിൽ എത്തിപ്പെട്ടത്? ഹീറോയിൻ ആയിട്ട് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? പ്രോസസ് ഞാൻ കസ്തൂരിമ എന്ന് പറയുന്ന ഒരു സീരിയലിലൂടെയാണ് സ്റ്റാർട്ട്. അതൊരു 1 ഡേ റിയാലിറ്റി ഷോയിൽ സെലക്ട് ചെയ്യുമായിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെന്താ പറയുക, ഒരു മിനി സീരീസ് പോലെ നടത്തി കുറച്ച് നാളത്തെ ഒരു ഉണ്ണിമായ എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് തിങ്കൾ കലമാനിലേക്ക് എനിക്കിപ്പോൾ ചാനലിൽ നിന്ന് വിളിക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഡയറക്റ്റ്ലി അങ്ങനെ പോയതാ. അപ്പൊ ഈ അഭിനയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു, നേഴ്സ് ആയിരുന്നോ? അതെ, കുട്ടി നേഴ്സാണ്. പക്ഷെ കണ്ടാ അങ്ങനെ തോന്നുന്നില്ല അല്ലേ? ആർക്ക് തലവേന വന്നാലും ഒപ്പം ഡോള പറയും.